എല്ലാവർക്കും അടുക്കള രുചിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് സോയ ചങ്ക്സ് കൊണ്ടൊരു കറിയാണ്. അതിനായിട്ട് 1 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ആദ്യം സോയ ചങ്ക്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് സോയ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് സോയ ചങ്ക്സ് ഇടാം. ഇനി ഇതിലേക്ക് സ്വല്പം ഉപ്പും കൂടെ ചേർക്കാം. 1 മിനിറ്റ് ഇതുപോലെ കുക്ക് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. ഇപ്പോൾ സോയ ചങ്ക്സ് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇപ്പോൾ സോയ ചങ്ക്സിൻ്റെ വെള്ളം എല്ലാം പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഇതല്ലെങ്കിൽ മറ്റൊരു രീതി, ചൂടുവെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് സോയ ചങ്ക്സ് ഇട്ട് കുതിർത്ത് വെച്ച ശേഷം ഇതുപോലെ വെള്ളം കളഞ്ഞ് പിഴിഞ്ഞെടുത്താലും മതി. മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ചെറിയ ഒരു കഷ്ണം പട്ട, കുറച്ച് കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ചെറിയ 3 ഏലക്ക, 3 ഗ്രാമ്പൂ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയ മസാല മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത്, 4 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ചെറിയൊരു തക്കാളി അരിഞ്ഞത്, 2 ചെറിയ പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ മസാല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കറി വെക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർക്കാം. സ്വല്പം ഉപ്പ് കൂടി ചേർക്കാം. ഇപ്പോൾ സവാള ആവശ്യത്തിന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള മസാല കൂടി ചേർക്കാം. ഇപ്പോൾ മസാല ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്തത്. കറിക്ക് എത്രയാണോ ചാറ് ആവശ്യം അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഇനി ഇതിലേക്ക് സോയ ചങ്ക്സും കൂടെ ചേർക്കാം. ഇനി അടച്ചു കൊടുത്ത് കുക്ക് ചെയ്യാം. ഇപ്പോൾ കറി ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കശുവണ്ടി കുതിർത്തരച്ചത് കൂടി ഒഴിച്ചു കൊടുക്കാം.
കശുവണ്ടി അരച്ച് ചേർത്തതിന് പകരം ഫ്രഷ് ക്രീം ഉപയോഗിക്കാം. ഇത് രണ്ടും ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഉണ്ടാക്കിയ ഈ കറിക്ക് നല്ല കുറുകിയ ചാറാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസായിട്ടാണ് വേണ്ടുന്നതെങ്കിൽ ഇതുപോലെ ഒരുപാട് വറ്റിച്ചെടുക്കണ്ട. പിന്നെ ഇതിനകത്ത് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ചേർത്തിട്ടുണ്ട്. അതൊക്കെ ഓപ്ഷണൽ ആണ്. അതിന്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെയും ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണുന്നതുവരെയും എല്ലാവർക്കും നന്ദി.